ഇപ്പോൾ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, നമുക്ക് പലപ്പോഴും എപ്പോഴും ചില പരിഹാസങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളും ഒക്കെ അപ്പുറത്തെ വശത്തു നിന്ന് പി ജെ ജോസഫ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നതാണ്. എന്താണ് അവര് 7 സീറ്റ് വിജയിച്ചു, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ടത്, ഇപ്പോൾ ഇത് സാധാരണ രീതിയിൽ വോട്ട് ഷെയർ ആണുള്ളവര് സാധാരണ 2021 6,84,363 വോട്ടാണ് കേരള കോൺഗ്രസിന് ലഭിച്ചത്. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചത് 5,54,115 വോട്ടാണ്. അവിടെയും കേരള കോൺഗ്രസ് മുന്നിലാണ്. 2026 കേരള കോൺഗ്രസിന് ലഭിച്ച ടോട്ടൽ വോട്ട് 5,61,157 ആണ്. അതേ സമയത്ത് കേരള കോൺഗ്രസ് ജോസഫിന് ലഭിച്ച് 5,25,323 വോട്ടാണ്. പൂർണ്ണമായും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആ വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഒരു ജനറൽ ആയിട്ട് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിജയിച്ച ആളുകൾ അത് പൊതുവെ ഏതെങ്കിലും പൊതുവെ അതൊരു കുറ്റകരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷം വേണോ? വോട്ടർമാരുടെ വോട്ട് ചെയ്ത് 100 പേരാണെങ്കിൽ 51 പേര് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ ഭൂരിപക്ഷം കിട്ടുന്നത്. ബഹുഭൂരിപക്ഷം MLA-മാര് വിജയിച്ചിരിക്കുന്നവര് ന്യൂനപക്ഷമാണ്. കാരണം നമ്മൾ വോട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ ആ വോട്ടുകൾക്കാളേക്കാൾ കൂടുതൽ അപ്പുറത്തെ വശത്ത് അവിടെ വന്നെങ്കിൽ അത് ഇടതുപക്ഷമോ NDA-യുടെ വോട്ടുകൾ നോക്കുമ്പോൾ ഇപ്പോൾ 1 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് പൂർണ്ണമായും ഒരു ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ 50% താഴെ നിൽക്കുന്നു. അത് പാലാ ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങൾ, അത് ആതിരപ്പള്ളി, ഊഞ്ഞാറ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലത്തിൽ വിജയിച്ച MLA-മാർക്ക് പോള് ചെയ്ത വോട്ടിന്റെ 50% കൂടുമ്പോഴാണല്ലോ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് നിൽക്കുന്നത്. ആ രീതി നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? അതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ കേരള സംസ്ഥാനത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്.